നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ ഉൾപ്പെടുത്തുക, 60 കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സമരം എന്ന പേരിൽ മാർച്ച് നടത്തിയത്. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നത് പ്രവാസി ലീഗിന്റെ നിരന്തരമായ ആവശ്യമാണ്. ലോക കേരള സഭയിലും നിയമസഭാ സമിതിക്ക് മുമ്പാകെയും മുഖ്യമന്ത്രിയുടെ മുമ്പാകെയും നോർക്കയുടെ മുമ്പാകെയും പ്രവാസി ക്ഷേമനിധിയുടെ മുമ്പാകെയും എല്ലാവരുടെ മുമ്പാകെയും ഈ വിഷയം ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 60 കഴിഞ്ഞ പ്രവാസികളെ ആനുകൂല്യങ്ങളും പെൻഷൻ നൽകുന്ന പദ്ധതിയിൽ ക്ഷേമനിധി ഉൾപ്പെടുന്നതിനെ കുറിച്ച് പരിഗണനയിൽ ഇല്ല എന്നാണ്. കേരളത്തിലെ തിരിച്ചു വന്ന പഴയകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പരിഗണിക്കപ്പെടേണ്ടവരാണ്. രാജ്യത്ത് തൊഴിലില്ലാത്തത് കൊണ്ട്, രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട്, രാജ്യത്ത് പട്ടിണിയായതുകൊണ്ട്, കുടുംബങ്ങളെ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഗൾഫ് കുടിയേറ്റം ഉണ്ടായത്. ആ ഗൾഫ് കുടിയേറ്റത്തിൽ അവർ ജീവിച്ചത് കൂടുതൽ പട്ടാളക്കാരെക്കാൾ യാതനയും നരകവേദനയും അനുഭവിച്ചുകൊണ്ടാണ്. അവരവിടെ അധ്വാനിച്ചത് കൊണ്ടാണ് ഈ നാടിന്ന് പോഷിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പട്ടാളക്കാർക്ക് നൽകപ്പെടുന്ന ക്ഷേമാനുകൂല്യങ്ങൾ, പെൻഷനെ പോലുള്ള ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഈ തിരിച്ചു വന്ന പഴയകാല പൂർവ്വകാല പ്രവാസികൾക്കും നൽകണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് CPV അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിം മുണ്ടേരി, KC അഹമ്മദ്, UP അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.